എല്ലാവർക്കും നമസ്കാരം. ഐ എം ഡോക്ടർ ദീപ ദാസ്, ക്രിട്ടിക്കൽ കെയർ വിഭാഗത്തിലെ ഒരു സീനിയർ കൺസൾട്ടൻറ്റ്, കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ, തിരുവനന്തപുരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വിഷബാധ ഏറ്റുവരുന്ന പേഷ്യൻസിനെ പറ്റിയാണ്. ഈ ടോപ്പിക് ചൂസ് ചെയ്യാൻ കാരണം വിഷബാധ ഏറ്റുവരുന്ന പേഷ്യൻസിൻ്റെ എണ്ണം വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു. ഈ പേഷ്യൻസിനെ ICUവിലാണ് സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടത്. ഈ വിഷം ഉള്ളിൽ ചെല്ലുന്നത് പല രീതികളിലാകാം. സൂയിസൈഡിലാകാം, ആക്സിഡൻറ്റിലാവാം. കൂടുതൽ സൂയിസൈഡൽ അറ്റംപ്റ്റ്സ് ആണ്. നമ്മളിവിടെ അത്യാവശ്യമായും അറിഞ്ഞിരിക്കേണ്ടത് ഈ വിഷം ബാധ ഏറ്റുവരുന്ന പേഷ്യൻസിനെ എത്ര വേഗതയോടെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കാമോ അത്രയും പേഷ്യൻസിന് റിക്കവറിക്ക് ചാൻസ് കൂടുന്നു. ഇങ്ങനെയുള്ള പേഷ്യൻസിനെ ചികിത്സിക്കുന്ന വിവിധ ഘട്ടത്തിലാണ്. ആദ്യഘട്ട നിരീക്ഷണം ABCD എന്നുള്ള പ്രോട്ടോക്കോളിലാണ്. ഇത് നടക്കുന്നത് എപ്പോഴും എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലായിരിക്കും. പേഷ്യൻ്റെ എയർവേ, ബ്രീതിങ് എല്ലാം നമ്മൾ അസസ് ചെയ്ത് അത് സേഫ് ആക്കണം. അടുത്തത് സൂക്ഷ്മമായ നിരീക്ഷണം ഓർ കണ്ടിന്യൂസ് മോണിറ്ററിങ്. ഈ മോണിറ്ററിങ് ആവശ്യമുള്ളത് വൈറ്റൽ സ്റ്റേബിൾ ആണോ എന്നറിയാൻ. പേഷ്യൻ്റ് സഡൻ കാർഡിയാക് അറസ്റ്റ്, റെസ്പിറേറ്ററി അറസ്റ്റ് അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാനാണ് കണ്ടിന്യൂസ് മോണിറ്ററിങ് ആവശ്യമുള്ളത്. അടുത്ത ഘട്ടത്തിൽ നമ്മൾ ലബോറട്ടറി ടെസ്റ്റുകൾ അയക്കണം. ലബോറട്ടറി ടെസ്റ്റുകൾ അയക്കേണ്ടത് ഓവറോൾ ഇനിഷ്യൽ അസസ്മെൻറ്റിനും ബാക്കി ഓർഗൻ ഇൻവോൾവ്മെൻറ്റ്, വൃക്ക, കരൾ അതിൻ്റെയൊക്കെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടോ എന്ന് അറിയാനാണ് ലബോറട്ടറി ടെസ്റ്റ് അയക്കുന്നത്. ആൻഡ് ടോക്സിക്കോളജി സ്ക്രീനിങ്. ഈ സ്ക്രീനിങ് ആവശ്യമുള്ളത് ഏത് പോയിസണാണ് കഴിച്ച്, ചില അൺഐഡൻറ്റിഫൈഡ് പോയിസൺസ് ചിലപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതെല്ലാ ഹോസ്പിറ്റലിലും ആ ടെസ്റ്റുകൾ അവൈലബിൾ അല്ല. ഗവൺമെൻറ് അപ്രൂവ്ഡ് വളരെ ഫ്യൂ സെൻറ്റേഴ്സിലേ ഉള്ളൂ കേരളത്തിൽ അത് അവൈലബിൾ ഉള്ളത്. അടുത്തത് ഡീകണ്ടാമിനേഷൻ ഓർ വിഷമുക്തീകരണം. ഇത് എത്രയും പെട്ടെന്ന് നമ്മൾ ചെയ്യുന്നോ അത്രയും പെട്ടെന്ന് ചാൻസസ് ഓഫ് റിക്കവറി ഈസ് ദെയർ. യൂഷ്വലി പേഷ്യൻസിനെ 2 മണിക്കൂറിനുള്ളിൽ കൊണ്ടുവന്നാൽ സജീവമായ കരി അഥവാ ആക്ടിവേറ്റഡ് ചാർക്കോൾ ഉപയോഗിച്ച് ആ വിഷം ഉള്ളിലോട്ട് പോകാതിരിക്കാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യും. അതിലും താമസിച്ചു വന്നാൽ അതിൻ്റെ പ്രയോജനം വളരെയധികം കുറഞ്ഞിരിക്കും. അടുത്തത് ആമാശയം വാഷിംഗ് ഓർ ഗ്യാസ്ട്രിക് ലവാജ്. ഇതും ഒരു വിഷമുക്തീകരണത്തിനുള്ള ഒരു മെത്തേഡാണ്. നമ്മൾ സ്റ്റമക്ക് വാഷ് കൊടുത്ത് പോയിസൺ എത്രത്തോളം ശരീരത്തിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റുമോ അതിന് വേണ്ടി ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. നിർദ്ദിഷ്ട മറുമരുന്നുകൾ വളരെ കുറച്ച് വിഷങ്ങൾക്ക് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. കീടനാശിനിക്കുള്ളത് ഇഞ്ചക്ഷൻ ആട്രോപ്പീൻ അഥവാ ഇഞ്ചക്ഷൻ പ്രാലിഡോക്സൈൻ, പാരസ്റ്റമോൾ ഓവർഡോസിന് ഇഞ്ചക്ഷൻ ആസിറ്റൈൽസിസ്റ്റീൻ. കൂടുതൽ വിഷങ്ങൾക്ക് സപ്പോർട്ടീവ് മാനേജ്മെൻറ്റേ അവൈലബിൾ ആയിട്ടുള്ളൂ ഈ ഘട്ടത്തിൽ. ഹീമോഡയാലിസിസ്, ഹീമോപെർഫ്യൂഷൻ എന്ന പ്രക്രിയകൾ നമ്മൾ ചില പോയിസൺസിന് യൂസ് ചെയ്യാൻ പറ്റും. അത് വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. എന്ന് വെച്ചാൽ എല്ലാ പോയിസണും ഹീമോഡയാലിസിസ് വെച്ച് റിമൂവ് ചെയ്യാൻ പറ്റില്ല. അത് മെഡിസിൻ്റെ മോളിക്യുലർ വെയ്റ്റ് അങ്ങനെ പല കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ചില പോയിസൺസ് നമുക്ക് ഹീമോഡയാലിസിസ് കൊണ്ട് റിമൂവ് ചെയ്യാം. നെക്സ്റ്റ് സ്റ്റേജ് നമ്മൾ നോക്കേണ്ടത് സപ്പോർട്ടീവ് കെയർ. ചില പേഷ്യൻസിന് നമുക്ക് വെൻറ്റിലേറ്ററി സപ്പോർട്ട് ആവശ്യമുണ്ട്, ഫ്ലൂയിഡ് റെസിസിറ്റേഷൻ ആവശ്യമുണ്ട്. ആൻഡ് ലാസ്റ്റ് ഇസ് മോണിറ്ററിങ് ഫോർ കോംപ്ലിക്കേഷൻസ്. നമ്മൾ 2-3 ദിവസം ആകുമ്പോഴത്തേക്ക് മൾട്ടി ഓർഗൻ ഫെയിലിയറിലോട്ട് ചില പേഷ്യൻസ് പോകും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി കണ്ടിന്യൂസ് മോണിറ്ററിങ് വേണം കോംപ്ലിക്കേഷൻസിന്. ഇതെല്ലാം രക്ഷപ്പെട്ട് വരുന്നാൽ പേഷ്യൻറ്റിനെ നമ്മൾ ഏറ്റവും മിസ് ചെയ്യുന്ന കാര്യമാണ് സൈക്കോളജിക്കൽ വാല്യുവേഷൻ. ഒരു വ്യക്തിക്ക് സ്വന്തം ജീവിതം എടുക്കാനുള്ള കാരണം നമ്മൾ കണ്ടുപിടിക്കണം. അതല്ലെങ്കിൽ തീർച്ചയായും അതൊരു പ്രാവശ്യം കൂടെ പേഷ്യൻ്റ് അറ്റംപ്റ്റ് ചെയ്യും. ഈ പേഷ്യൻസിന് സൈക്കോതെറാപ്പി ആവശ്യമുണ്ട്, സൈക്കോളജിക്കൽ കൗൺസിൽ ആവശ്യമുണ്ട്, ചിലപ്പോൾ സൈക്യാട്രിക് മെഡിക്കേഷൻസോ ആവശ്യമുണ്ടായിരിക്കും. അത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്താൽ പേഷ്യൻറ്റിന് റിക്കവറി, റീഹാബിലിറ്റേഷൻ ആൻഡ് തിരിച്ചൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും.